ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സത്യദാസിനെയാണ് കാണിക്കുന്നത്. സത്യദാസ് എന്ന ഭാസ്കരൻ ഗോവിന്ദന് മുന്നിലേക്ക് കണ്ണു കാണാത്ത ഒരാളെ പോലെ വരികയാണ്. മോനെ, എനിക്കിപ്പോഴും നിന്നെ കാണാൻ കഴിയുന്നില്ല, നീയൊന്ന് എൻ്റെ അടുത്തേക്ക് വാ. അപ്പോൾ ഗോവിന്ദ് പതുക്കെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെന്നു. കൈ പരതി ഭാസ്കരൻ ഗോവിന്ദൻ്റെ കവിളിലും താടിയിലും തലയിലും ഒന്ന് തലോടി. എന്നിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത ഈ കിഴവനെ നീ ഒന്ന് സഹായിക്കണം മോനെ. ഞാൻ എൻ്റെ മകളെ അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. എൻ്റെ മകളെ കാണാനില്ല മോനെ. അവളെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ കരയുന്നുണ്ട്. ഗീതു, കണ്ണേട്ടാ, ഇദ്ദേഹത്തിനോട് കരയാതെ കാര്യം പറയാൻ പറ. ആരാ 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 സംസാരിച്ചത് എന്നും ഭാസ്കരൻ പതറിയ ശബ്ദത്തോടെ ചോദിച്ചു. അപ്പോൾ കണ്ണ് കാണാമായിരുന്നിട്ടും കാണാത്തതുപോലെയുള്ള ഭാസ്കരൻ്റെ ചോദ്യം. ആ ചോദ്യം കേട്ട് ഗോവിന്ദ് അങ്ങ് വിശ്വസിച്ചു. അത് എൻ്റെ ഭാര്യ ഗീതാഞ്ജലി. അത് കേട്ടതും മോളെ ഇങ്ങടുത്ത് വാ മോളെ എന്നും പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ഗീതു അടുത്തേക്ക് ചെന്നതും ഭാസ്കരൻ ഗീതുവിനെ കണ്ടു. പക്ഷേ ഗീതുവിനെ കാണാത്തതുപോലെ കഴിയുന്നില്ല മോളെ. ചെറിയൊരു മങ്ങലായിട്ട് മാത്രമേ എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തകർത്തഭിനയിക്കുക. ഈ സമയം ഗീതു ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, എന്തിനിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ മകൾ ആരാണെന്നൊക്കെ. അപ്പോഴാണ് ആ ഭാസ്കരൻ പറയുന്നത്, എൻ്റെ മകൾ ശിവരഞ്ജിനി എന്ന് പേരുള്ള എൻ്റെ മകൾ, അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഭാര്യ അവളെ എന്നിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുക. ഞാനൊരു ദുഷ്ടനായതുകൊണ്ട് എൻ്റെ മകളെ സ്നേഹിക്കാൻ പോലുമുള്ളൊരു അധികാരവും അവകാശവും എനിക്ക് എൻ്റെ ഭാര്യ തന്നില്ല എന്നും പറയുകയാണ്. വിജയലക്ഷ്മിയാണ് എൻ്റെ ഭാര്യ, അവളാണ് എൻ്റെ മകളെ മാറ്റിയത് എന്ന് കേട്ടതും ഗോവിന്ദും ഗീതുവും ഞെട്ടി. പക്ഷേ ഗീതുവിന് ഒരു ചെറിയ സംശയം, ഇതൊക്കെ സത്യമാണോ? ഇയാൾ പറയുന്നത് മുഴുവനും കണ്ണുമടച്ച് വിശ്വസിക്കാൻ താൻ മണ്ടിയല്ല എന്നും ഗീതു സ്വയം ആലോചിച്ചു. ഈ സമയം ഭാസ്കരൻ്റെ വാക്കുകൾ കേട്ട് ഗോവിന്ദ് ഭയങ്കരമായിട്ട് ഞെട്ടി തന്നെ നിൽക്കുക. എന്താ നിങ്ങൾ പറഞ്ഞത്? ശിവരഞ്ജിനി? അതെ, ശിവരഞ്ജിനി എന്ന് പറഞ്ഞൊരു മകള് എനിക്കുണ്ട്. ആ മകളെ കാണാൻ ഒരുപാട് കൊതിയുണ്ട്. വയസ്സാം കാലത്ത് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകളെ കണ്ടൊന്ന് കണ്ണടയ്ക്കണം എന്ന കാഴ്ചശക്തി പാതി നഷ്ടപ്പെട്ട എനിക്ക് പൂർണ്ണമായും അവളെ കാണാൻ പറ്റിയില്ലെങ്കിലും മങ്ങലായിട്ടെങ്കിലും എനിക്കവളെ കാണണം. കണ്ടതിന് ശേഷം കണ്ണടച്ചാൽ അത്രയും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുവാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ചോദിക്കുക, അല്ല സത്യത്തിൽ എന്താ നടന്നത്? വിജയലക്ഷ്മി ശിവരഞ്ജിനി നിങ്ങളുടെ മകളാണെന്ന് പറയുന്നു, എന്നിട്ട് ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നും ഗോവിന്ദൻ്റെ ചോദ്യം. അപ്പോഴേക്കും പൂജാരി പുറകിൽ നിന്നും വിളിക്കുകയാണ്, അതെ, ബലിയിടാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, വന്നോളൂ കേട്ടോ എന്നും. അത് കേട്ടതും ഗോവിന്ദ് ചോദിച്ചപ്പോൾ ഗീതു, കണ്ണേട്ടാ, ആദ്യം പോയി ബലിയിട്, അതിനുശേഷം നെല്ലും പതിരും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനോട് പറയുകയാണ്. അത് കേട്ട ഭാസ്കരൻ ഇടം കണ്ടിട്ട് ഗീതുവിനെ ഒന്ന് നോക്കി, നീ മിടുക്കിയാണല്ലോടി കൊച്ചേ എന്നും മനസ്സിൽ പറഞ്ഞു. ഈ സമയം ഗീതു സംശയത്തോടെ ഭാസ്കരനെ നോക്കി, എന്തോ മനസ്സിൽ കരുതിയും കൂട്ടി ഇയാൾ വന്നിരിക്കുന്നത്, എന്താണെങ്കിലും കണ്ടുപിടിക്കൂടാ ഞാൻ തന്നെ. അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിജയലക്ഷ്മി അമ്മ ഒരിക്കലും തെറ്റിലേക്ക് പോകാത്ത ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. രാധികാമ്മയുടെ പാത പിന്തുടർന്നല്ല വിജയലക്ഷ്മി അമ്മ ജീവിക്കുന്നത് എന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് ഗീതു പോയി ബലിയിടുന്നിടത്ത് നിൽക്കുകയാണ്. ഈ സമയം വിജയലക്ഷ്മിയാണ് കാണിക്കുന്ന. രഞ്ജു അവിടെ വന്നിട്ടുണ്ട് ചെമ്പാശ്ശേരിയിൽ. അപ്പോൾ വിജയലക്ഷ്മി, മോള് വന്നതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. ഗീതു അവിടെ എന്നെ ബലിയിടാൻ വേണ്ടി വിളിച്ചതാ, ഞാൻ പോയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഗീതു എന്നെ ശരിയാക്കും. അതെനിക്ക് മനസ്സിലായി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അമ്മ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇന്ന് ഗീതു അമ്മയെ ശരിയാക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അതെ, അമ്മയെ മകനെ ഒന്നിപ്പിക്കാൻ അവൾ അവിടെ നൈസായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അമ്മയൊന്ന് ചെല്ല് എന്നൊക്കെ പറയണം. ഇത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി, ഇനിയിപ്പോൾ നീ വന്നതല്ലേ, പിന്നെ പോവാം, നാളെ ചെന്ന് ഗീതുവിനെ അറക്കലിൽ പോയി കാണാം എന്നൊക്കെ പറയാണ്. അത് വേണ്ട, അമ്മ പോകാതിരിക്കണ്ട. ഈ സമയം ഭാസ്കരൻ, എന്തായാലും വെറുതെ വിടരുത്. എടി ഗീതു, നീ ആ വിജയലക്ഷ്മിയെ വിളിക്കുമെന്നും അവളെ ഇങ്ങോട്ട് വരുത്തുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതിനു മുമ്പ് അവൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചേക്കാം വിജയലക്ഷ്മിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ മൊബൈലെടുത്ത് വിജയലക്ഷ്മിക്ക് വോയിസ് മെസ്സേജ് അയക്കുക. അതൊന്നും ശ്രദ്ധിക്കാതെ വിജയലക്ഷ്മി രഞ്ജുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ ഗീതുവിൻ്റെ കോൾ വരിക. ഗീതുവാ വിളിക്കുന്നേ, ഇനിയിപ്പോൾ അവളുടെ വഴക്ക് കേൾക്കണമല്ലോ. സാരമില്ല, എടുക്കമ്മേ. അപ്പോൾ വിജയലക്ഷ്മി ഫോൺ എടുത്തു. ഹലോ മോളെ ഗീതു, ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു. അവിടെ നിന്ന് നേരെ ഞാൻ പോകുന്നത് വീട്ടിലേക്കാണ്. രഞ്ജു വന്നിട്ടുണ്ടേ, അതുകൊണ്ട് ഞാൻ ചെമ്പാശ്ശേരിയിലേക്ക് വന്നു മോളെ. അമ്മ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അമ്മ വന്നാലേ അത് പരിഹരിക്കാൻ പറ്റൂ എന്നും ഗീതു. അത് കേട്ടതും, എന്നാൽ പിന്നെ ഞാൻ രഞ്ജുവിനെയും കൂട്ടി വരാൻ മോളെ. എൻ്റെ ദൈവമേ,
എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം, എന്നിട്ട് അമ്മ മാത്രം ഇങ്ങോട്ട് വരണം. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട്, അതെന്താണെന്ന് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് പറയുക. അത് കേട്ടതും വിജയലക്ഷ്മി എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം എന്താമേ ഗീതു എന്താ പറഞ്ഞേ, നമുക്കെന്നാൽ അങ്ങോട്ട് പോവാം. വേണ്ട മോളെ, ഞാൻ പോകുന്ന വഴി അറക്കാം. ദേ മോള് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് പോകുന്ന വഴി പോവാം. ഓ ഗീതു എന്നോട് വരണ്ടെന്ന് പറഞ്ഞാണോ അല്ലേ? അപ്പോഴേക്കും വിജയലക്ഷ്മിക്ക് മറ്റൊരു കോള് വരിക. ദേ ഇതേതാ നമ്പറാണല്ലോ, ആരായിരിക്കും എന്നാലോചിച്ചുകൊണ്ട് കോൾ എടുക്കമ്മേ. അപ്പോൾ വിജയലക്ഷ്മി ഫോൺ എടുത്തു. അട്ടഹസിച്ചുള്ള ചിരി കേട്ട് വിജയലക്ഷ്മി ഞെട്ടി. ആരാ? ഞാനാണ് ഭാസ്കരൻ എന്ന സത്യദാസ്. അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി. അപ്പോൾ ഞെട്ടലോടുകൂടെ ഒന്നും മിണ്ടാതെ നിൽക്കുക, രഞ്ജു ബാക്കിൽ നിൽക്കുകയാണല്ലോ. ഈ സമയം വിജയലക്ഷ്മി, ഞാൻ നിന്നെ ഒരു കാര്യം ഓർപ്പിക്കാനാണ് വിളിച്ചത്. ഇപ്പം നിൻ്റെ മരുമകൾ വിളിച്ച് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ ഞാനുമുണ്ട്. ഇവിടെ വന്ന് നീ നിൻ്റെ മകനോട് പറയണം, ഞാനാണ് നിൻ്റെ രണ്ടാമത്തെ ഭർത്താവെന്നും നമ്മളിലുണ്ടായ മകളാണ് ശിവരഞ്ജിനി എന്നും. അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുക. നിനക്ക് വ്യക്തമായിട്ട് കേൾക്കണമെങ്കിൽ ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് കേൾക്ക്. ശരി എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി നിൽക്കുക. അപ്പോൾ നീ ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ, ഞാൻ അയച്ച മെസ്സേജ് നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നീ അനുഭവിക്കും. ശിവരഞ്ജിനി അനാർക്കലിയുടെ മകളാണ് എന്നുള്ള സത്യം തെളിവ് സഹിതം ഞാൻ നിൻ്റെ മകന് മുൻപിൽ നിരത്തും, ഇത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ ഫോൺ കട്ട് ചെയ്യുമോ. ഈ സമയം രഞ്ജു, ആരാ അമ്മ വിളിച്ചത്? അതൊരു കച്ചേരിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ മോളെ. എന്നിട്ട് ഇടയ്ക്കമ്മ ഞെട്ടുന്നത് കേട്ടല്ലോ. ഞെട്ടിയെന്നോ? ഞാനോ? ഒന്ന് പോടി, നിനക്ക് വേറെ പണിയൊന്നുമില്ല. എന്നാലേ ഗീതു അങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും കോള് വരിക. ഹലോ, അതെ ഞാൻ അയച്ച മെസ്സേജ് എന്താ നോക്കാത്തത്? നോക്കാം എന്നും പറഞ്ഞു വിജയലക്ഷ്മി. ഈ സമയമാണെങ്കിൽ രഞ്ജു, അതെ അമ്മ ഇപ്പം ബലിയിടുന്നിടത്ത് ചെല്ല്. ഗോവിന്ദേട്ടനെ ഇനി അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. എന്താണെന്നറിയാമോ, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ എൻ്റെ ധ്യാൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പം അമ്മയെ നോക്കാനേ എൻ്റെ ഏട്ടൻ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് അമ്മ ഏട്ടനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം എന്നൊക്കെ പറയുക. ശരി മോളെ, ഞാനൊന്ന് റെഡി ആവട്ടെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി റൂമിലേക്ക് പോയി. ഈ സമയം റൂമിലെത്തിയതും ഭാസ്കരൻ അയച്ച വോയിസ് എന്താണെന്ന് ഓണാക്കി നമ്മുടെ വിജയലക്ഷ്മി കേൾക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, എൻ്റെ മകളാണ് ശിവരഞ്ജിനി എന്നുള്ള സത്യം ഗോവിന്ദനോടും നിൻ്റെ മരുമകളോടും നീ തുറന്നു പറയണം. ഞാൻ നിൻ്റെ രണ്ടാമത്തെ ഭർത്താവാണെന്നും പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ശിവരഞ്ജിനി അനാർക്കലിയുടെ മകളാണെന്നുള്ള സത്യം ഞാൻ തുറന്നു പറയും. പിന്നെ ശിവരഞ്ജിനിയുടെ കാര്യം തീർന്നു, അവൾ ചാകും എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ വോയിസ് ഇട്ടത് കേട്ട് പൊട്ടിക്കരയുവാണ് വിജയലക്ഷ്മി. ഈശ്വര, ഒരിക്കൽ പോലും എൻ്റെ മാധവേട്ടനെ അല്ലാതെ മറ്റൊരു പുരുഷനെ മനസ്സിൽ പോലും കരുതാത്ത എന്നെ ഇയാൾ എന്തിനെങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ശിവരഞ്ജിനി, ശിവ എൻ്റെ മോള്, അവൾ എൻ്റെ മോളല്ല, എനിക്കറിയാം. അനാർക്കലിയുടെ മകളായിട്ട് അവൾ വളർന്നാൽ അവൾ കൊടും ക്രിമിനലായി മാറും. എന്നാൽ എൻ്റെ മകളായിട്ട് വളർന്ന അവൾക്ക് ഒരബദ്ധം സംഭവിക്കല്ലേ ഈശ്വര എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഭാസ്കരൻ പരതി ഇങ്ങോട്ട് വരിക. അപ്പോഴേക്കും ഗീതുവിനാണെങ്കിൽ നല്ല തളർച്ചയും തലകറക്കവും. അപ്പോൾ ഭാസ്കരൻ വന്ന് വീഴാൻ പോയതുപോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ഗീതു താങ്ങി പിടിക്കുക. ഈ സമയമാണെങ്കിൽ ഭാസ്കരൻ, മോളെ നീ എന്നെ താങ്ങിയപ്പോൾ എൻ്റെ മോള് രഞ്ജിനിയാണെന്ന് ഞാൻ കരുതി എന്നും പറയുക. ഈ സമയം ഫോൺ വരികയാണ്. രാധികാമ്മയാണല്ലോ വിളിക്കുന്നത്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. ഫോൺ എടുക്കുക, എന്നിട്ട് മാറി നിന്നിട്ട് ഹലോ, ഗീതു ആണോ? എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ, പിന്നെ ഞാനല്ലാതെ വേറെ ഏത് പെണ്ണെടുക്കാനാ എന്നും ഗീതുവിൻ്റെ ചോദ്യം. അത് കേട്ടതും അല്ല ഗീതു, ഗോവിന്ദ് എവിടെ? ഒരു സിനിമ കാണുക, ബീച്ചിൽ വന്നിരിക്കുന്ന സിനിമ കാണാനാണല്ലോ എന്നും ഗീതു പറയുക. ഓ ഇവളെന്നെ കളിയാക്കുവാണല്ലോ എന്നും പറഞ്ഞ് പല്ലും കടിച്ചു പിടിച്ചിരിക്കുമോ രാധിക. അല്ല മോളെ, മാധവേട്ടൻ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഞാനിവിടെ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമോ മോളെ എന്നും പറഞ്ഞ് രാധികാമ്മ കരഞ്ഞു കാണിക്കുക. ഓ ദേ ഒന്ന് മിണ്ടാതിരിക്കും പെണ്ണുപിള്ളെ, നിങ്ങൾ കരയെ പ്രാർത്ഥിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്. അത് വീട്ടിലിരുന്നായിക്കൂടെ, ഫോണിൽ വിളിച്ച് കണ്ണേട്ടിനെ അറിയിക്കണ എന്തിനാ എന്നും പറഞ്ഞ് ഗീതു ഒച്ചയിടുക. അത് കേട്ടതും നിനക്കൊരു കുഴപ്പമില്ലല്ലോ മോളെ? എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ ഇരിക്കുന്നത്. മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഫോൺ കട്ട് ചെയ്തു. ഈ സമയം വരുൺ, എന്തായി, അവളുടെ കുഞ്ഞ് പോയോ? അവൾക്ക് അബോഷനായോ എന്നും ചോദിക്കുകയാണ്. അബോഷനായിട്ട് അവൾ അവിടെ ഇരുന്ന് കരയുക. അത് കേട്ടതും വരുൺ, ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ ചെയ്ത കാര്യം ഫലിക്കുമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? എടാ പൊട്ട,
അവക്കൊരു കുഴപ്പമില്ല. അവളെ എപ്പോഴും പറയുന്നത് പോലെ തറുതലയും പറഞ്ഞു, എന്നെ വായിൽ തോന്നിയത് വിളിച്ചും പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ വരുണിനെ കളിയാക്കുക രാധികാമ്മ. എടാ പൊട്ട, നീ എന്താ ചെയ്തെന്നെങ്കിലും ഒന്ന് പറയാം, എല്ലാം പറയാം. നീ എന്തൊക്കെ ചെയ്താലും നിൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എൻ്റെ പേരക്കുട്ടിയെ ഞാൻ സംരക്ഷിക്കും. രേഖയുടെ വയറ്റിലാണത് കിടക്കുന്നതെങ്കിലും അതിനൊരാപത്തും കൂടാതെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റും. എന്നാൽ ഞാൻ പറയാം അമ്മേ, ഞാൻ എന്ത് മന്ത്രമാണ് ചെയ്തതെന്ന്. അമ്മ എന്തൊക്കെ ചെയ്താലും ഈ മന്ത്രത്തിൽ നിന്നും രക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. എന്താ നീ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം പറയാം. ഇതൊന്നും ചെയ്തിട്ടുള്ളത് ഞാനല്ല, പിന്നാരാ? മണ്ടക്കാട്ട് സിദ്ധൻ. അത് കേട്ടതും രാധികാമ്മ വരുണിനെ ഒന്ന് തുറച്ചു നോക്കി. ഞാൻ ഈ അബോഷൻ്റെ കാര്യം പറഞ്ഞത് മണ്ടക്കാട്ട് സിദ്ധനോടാണ്. മണ്ടക്കാട്ട് സിദ്ധൻ ഇനി എല്ലാം ചെയ്തോളും. അബോഷനുള്ള പൂജ ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ തീർക്കും. 3 പേരുടെയും വയറ്റിലെ കുഞ്ഞ് കലങ്ങി നശിക്കും. ആ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു വീഴുമ്പോൾ എന്തായാലും ഈ വീട്ടിലെ 3 ഗർഭിണികളും പൊട്ടിക്കരയും. അതിനുവേണ്ടി ആദ്യത്തെ പണി ഞാൻ വെച്ചത് ഗീതുവിന് തന്നെയാണ്. നീ എന്താ ചെയ്തേ? ഒരു മുട്ടയിൽ പൂജിച്ച് ഞാൻ ആ മുട്ട കൊണ്ടുവന്ന് വീടിന് മുന്നിൽ കുഴിച്ചിട്ടു. അത് താണ്ടിയാണ് ഗീതു പോയത്. അത് താണ്ടിപ്പോയത് ആരാണെങ്കിലും അവർക്ക് അബോഷനാകുമെന്നുള്ള കാര്യം മണ്ടക്കാട്ട് സിദ്ധൻ എനിക്ക് ഉറപ്പ് തന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗീതുവിൻ്റെ കുഞ്ഞ് പോകുമെന്ന്. അമ്മ കണ്ടോ? എൻ്റെ ദൈവമേ, ഇത്രയും നാളും നീ ഒരു മണ്ടനാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇപ്പം എനിക്ക് മനസ്സിലായി, നീ മണ്ടൻ മാത്രമല്ല തിരുമണ്ടനുമാണ്, മരമണ്ടനുമാണ്. നിൻ്റെ ഈ മണ്ടയ്ക്കകത്ത് ഒന്നുമില്ല എന്നും. അത് കേട്ടതും അമ്മേ, അതെന്താ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഈശ്വര, കുഞ്ഞ് പോകാൻ വേണ്ടി ഇവൻ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായിപ്പോയി. എടാ പൊട്ട, നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവടാ എന്നും പറഞ്ഞുകൊണ്ട് തലേണെടുത്ത് വരുണിനെ കുറേ തല്ലി. വരുൺ, അമ്മയ്ക്ക് എന്താ വട്ടു പിടിച്ചോ? ദേ കണ്ടോ, മുട്ടയിൽ കൂടോത്രം ചെയ്തേക്കണുണ്ടേ. ഉറപ്പായിട്ടും ഗീതുവിൻ്റെ രഞ്ജുവിൻ്റെയും രേഖയുടെയും കുഞ്ഞ് പോകും, ഒലക്ക എന്നും പറഞ്ഞ് രാധിക കുറേ തല്ലി. വരുണാണെങ്കിൽ എഴുന്നേറ്റ് ഓടുക. ഈ സമയം രേഖ, ഇതെന്താ ഇവർക്ക് ഭ്രാന്തായോ? ഇത് എന്നാച്ച് രേഖ പാപ്പ? വരുൺ മാമാവുക്കും രാധിക മാമയ്ക്കും പൈത്യം പിടിച്ചിരിച്ചാ എന്നും കാഞ്ചനയുടെ ചോദ്യം കേട്ട്, നിന്റെ വരുൺ മാമനും രാധിക മാമിക്കും ഭ്രാന്ത് തന്നെയാണല്ലോ. അവർക്ക് ഭ്രാന്തില്ലാത്തത് എപ്പോഴാ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഴുവട്ടും, ചില സമയത്ത് അരവട്ടും. ഇന്ന് മുഴുവട്ടാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഓടിക്കളിക്കുന്നത്. അത് കേട്ടതും നമ്മുടെ കാഞ്ചനായിട്ട് ഇങ്ങനെ ആലോചിക്കുക. എന്നാലും രാധിക മാമിക്ക് എന്നാച്ച്? നല്ലതാനേ ഇരുந்தாங்க. ആണ്ടവാ, എവ്വളോ സീക്കിരം தான் எல்லாத்துக்கும் இப்படி പൈത്യം പിടിക്കുന്നത്. ചൂടധികമായിടിച്ച്, അതിനാലേ ആർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ നിൽക്കുമ്പോൾ രഞ്ജു വരിക. ഇതെന്താ ഇത്? 2 പേരും കൂടെ ഇങ്ങനെ ഓടുന്നേ? ഇപ്പം എന്നെ തള്ളിയിടിച്ച് മറിച്ചിട്ടാനായിരുന്നു ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നത് എന്നും പറഞ്ഞ് രഞ്ജു. ഒന്നും പറയണ്ട രഞ്ജു, ഈ വീട്ടിലെ ആകെ പ്രാന്തുള്ള 2 പേരേ ഉള്ളൂ. ഒന്ന് രാധിക മാമയും ഇന്നൊന്ന് വരുണേട്ടനും. 2 എണ്ണത്തിനും അരവട്ടും മുഴുവട്ടുക. ഇത് കേട്ടതും കാഞ്ചന, അതെ 2 പേർക്കും പൈത്യം പിടിച്ചിച്ച്. ഇനി 2 പേരെയും മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് பண்ணണം. അപ്പതാ 2 പേർക്കും റെഡിയാകും. ഇത് കേട്ടതും നമ്മുടെ കാഞ്ചനയുടെ വാക്കേട്ട് രഞ്ജു ഇരുന്ന് ചിരിക്കുക. അതെന്തായാലും കാഞ്ചന പറഞ്ഞത് ശരിയാ. അതെ, എന്താ ഈ കാര്യങ്ങളൊക്കെ? ഇനി വിജയലക്ഷ്മി അമ്മ ബലിയിടുന്നിടത്ത് പോയോ? അമ്മ എന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പോൾ പോവും. ഗീതു വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു കാര്യം ഞാൻ പറയാമല്ലോ, ഗീതു ആണെങ്കിലേ അമ്മയെയും മകളെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് അമ്മയെ നിർബന്ധിച്ച് അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുക. അതറിഞ്ഞിട്ടാണോ രാധികാമ്മ ഈ ഓടുന്നത്? അതറിഞ്ഞിട്ടൊന്നുമില്ല. അതറിഞ്ഞിട്ടുണ്ടെങ്കിലേ അവരുടെ ഓട്ടം ഈ വീടിനകത്തായിരിക്കില്ല, ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെന്നേ അവസാനിക്കൂ. ഏതെങ്കിലും ഭ്രാന്താശുപത്രി കയറിയിട്ട് രാധികാമ്മയും വരുണേട്ടനും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഓട്ടം തീരും എന്നും രേഖയും രഞ്ജുവും പറഞ്ഞുകൊണ്ട് കൈ അടിച്ച് ചിരിക്കുക. അത് കേട്ടത് കാഞ്ചന, എനിക്കെല്ലാം മനസ്സിലായി, അയ്യോ എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഒരു തരം വൃത്തികെട്ട ശബ്ദത്തിൽ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ടതും രേഖയും രഞ്ജുവും ഇങ്ങനെ കാഞ്ചനയെ നോക്കുക. അപ്പോൾ കാഞ്ചനയാണെങ്കിൽ എന്താ മനസ്സിലായേ? ഒന്നും മനസ്സിലായത പോലെ ഇരുന്ന് ചിരിക്കുക. അത് കണ്ടുകൊണ്ട് ഈശ്വര, ഇനി ഇവർക്കും വട്ടായോ എന്ന മട്ടിൽ രഞ്ജുവും രേഖയും ഇങ്ങനെ നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക പ്രേക്ഷകരെ. അതെ, ഭാസ്കരൻ എന്ന സത്യദാസ് എന്തിനു വന്നു? അനാർക്കലിയുടെ മകൾ ശിവരഞ്ജിനിയെയും
വിജയലക്ഷ്മിയെയും എന്തിനിങ്ങനെ കുറ്റപ്പെടുത്തുന്നു? ഗോവിന്ദൻ ഇപ്പം അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ആ സ്നേഹം എന്നേക്കുമായി ഇല്ലാതാക്കാനായി ഭാസ്കരൻ ശ്രമിക്കുന്നത് എന്തിന്? അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞിട്ടും അത് ഭാസ്കരൻ്റെയും വിജയലക്ഷ്മിയുടെയും മകളാണെന്ന് ഗോവിന്ദനോട് വരുത്തി തീർത്തത് എന്തിന്? ഇനി എന്തൊക്കെ സംഭവിക്കും? കഥാഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഗീതു സത്യങ്ങളുടെ ചുരുളഴിക്കുമ്പോൾ ഇനി വിജയലക്ഷ്മിയെ തകർക്കാൻ വന്ന ഭാസ്കരനും അന്ത്യം കുറിക്കാനൊരുങ്ങി ഗോവിന്ദ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.